ൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ഇരിക്കാം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 22-ാമത്തെ വാക്യം. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട്, എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുകയില്ല. ക്രിസ്മസിൻ്റെ തലേ ഞായർ ആഡ്വൻറ്റ് സീസണിൽ 4 ഞായറാഴ്ചകളുണ്ട്. 4 ഞായറാഴ്ചകളിൽ ഓരോ ഞായറാഴ്ചയും ഓരോ പ്രത്യേക ചിന്തകളാണ് പാരമ്പര്യമായിട്ട് ചിന്തിച്ചു വരുന്നത്. ആദ്യത്തെ ഞായറാഴ്ച ഹോപ്പായിരുന്നു, പിന്നീട് ലവ് ആയിരുന്നു, മൂന്നാമത്തേത് പീസ് ആയിരുന്നു. ഇന്ന് ജോയ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ വരവ് സമീപിച്ചിരിക്കുന്നു, ആനന്ദിക്കുവിൻ. സന്തോഷിക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്മസിനോട് ബന്ധപ്പെട്ട സന്തോഷവുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളൊക്കെ നമ്മൾ പാടും. ജോയ് ടു ദ വേൾഡ്, ദ ലോർഡ് ഹാസ് കം. വളരെ പ്രസിദ്ധമായുള്ള ക്രിസ്മസ് ഗാനം നമ്മളുടെ മനസ്സിൽ എപ്പോഴുമുണ്ട്. അപ്പോൾ ഈ സന്തോഷം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിക്കുന്ന പശ്ചാത്തലം വളരെ ആ സന്തോഷത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. എൻ്റെ ഒരു ചിന്തയിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു തിരുവല്ലക്കാരാണ്. അവരെപ്പോഴും ഏത് സാഹചര്യത്തിലും സന്തോഷമുള്ളവരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ശവസംസ്കാരത്തിനൊരു വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അമ്മച്ചിയാണ് മരിച്ചത്. 93 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചിയുടെ മകൻ ഞാനവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന്, അമ്മച്ചി മരിച്ചതിൽ വളരെ ദുഃഖത്തോടുകൂടി ഒരു മുഖത്തോടുകൂടെ ഞാൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ മകൻ വന്ന് ചിരിയോടെ ചിരി. അപ്പോൾ എനിക്ക് ഒരു മനപ്രയാസം ഉണ്ടായി. കാരണം ആ രംഗമൊക്കെ ലൈവായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്നവർ ഇനി ഞാനും കൂടെ അവിടെ നിന്ന് ചിരിച്ചാൽ എന്തോ കുഴപ്പമാണല്ലോ എന്ന് വരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങേയറ്റം മസിൽ പിടിച്ച് അവിടെ നിൽക്കുകയായിരുന്നു. ഏത് സാഹചര്യത്തിലും സന്തോഷിക്കാൻ പ്രാപ്തിയുള്ളവരാണ് തിരുവല്ലക്കാർ. പ്രത്യേകിച്ച് ഈ സീസൺ അതിന് പറ്റിയ ഒരു സീസണുമാണ്. അതിൻ്റെ സന്തോഷത്തിൻ്റെ കണക്ക് ഇനി ക്രിസ്മസ് കഴിയുമ്പോൾ വരും. അത് സർക്കാർ അത് അനൗൺസ് ചെയ്യും. അപ്പോൾ മിക്കവാറും എല്ലാവരും സന്തോഷിക്കുന്നവരാണ് തിരുവല്ലക്കാരെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ അത്തരത്തിലുള്ള സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ക്രിസ്മസ് കാലം കൂടെ നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഇരട്ടി സന്തോഷമാണ്. കാരണം എല്ലാം സാഹചര്യം ഒത്തുവരികയാണ്. ഇന്നലെ രാത്രി ഒരു ചെറിയ ക്രിസ്മസ് കാരോൾ ഗ്രൂപ്പ് അവരെന്നോട് പറയുകയായിരുന്നു, അവർ 5 പേര് പാടാനിറങ്ങി. ക്രിസ്മസ് കാലത്താണ് കൂടുതൽ ക്ലബ്ബുകളുണ്ടാകുന്നത്. ഈ 5 കുട്ടികൾ ചേർന്ന് ഒരു ചെറിയ ക്ലബ്ബുണ്ടാക്കി. അതിൽ മിക്കവാറും എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു. അപ്പോൾ അവർ കുറേ വീട്ടിൽ കയറി പാട്ടുപാടി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ വീതം വെച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾക്ക് 200 രൂപ വെച്ച് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്ന് ഇറങ്ങുന്നുണ്ടോ? ഇന്നും ഇറങ്ങണം. എല്ലാവരും ഹാപ്പിയാണ്. ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു സീസൺ എല്ലാവരും സന്തോഷിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ അതിനോട് ചേർന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം, നമ്മൾ കാണുന്ന ഒരു കാര്യം,
ഇന്നത്തെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യം, ഇപ്പോഴത്തെ സാഹചര്യം വളരെ വളരെ ഡിപ്രസിംഗ് ആണ്. നമുക്ക് വളരെ നിരാശയുണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ്. അത് നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന തെരുവ് യുദ്ധം, അതിൻ്റെ കാരണങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അവിടെ നടന്നത് എത്രമാത്രം ഈ സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് രാവിലെ ന്യൂസ് പേപ്പർ വന്നപ്പോൾ ഗുജറാത്തിൽ നമ്മുടെ ഇന്ത്യയുടെ തീരത്ത് ഒരു കപ്പലിന് ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായി, തീ പിടിപ്പിച്ചു. എന്തെല്ലാം വാർത്തകളാണ്! വളരെ ഡിസ്ട്രസിങ് ന്യൂസാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, പല ആളുകളുടെയും കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട്, അതിന് കോടതി നൽകുന്ന വിധികൾ, ഇതെല്ലാം ഓരോ ദിവസവും ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണെന്ന് ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുന്ന ഗ്ലാഡ് ടൈഡിങ്സ് ഓഫ് ഗ്രേറ്റ് ജോയ് എന്നുള്ള പാട്ടൊക്കെ പാടുന്നത് ഈ സമയത്താണ്. നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണല്ലോ ഷോപ്പിംഗ്. അത് ആർഭാടകരമായ ഷോപ്പിങ്ങിന് മാത്രമല്ല, നമ്മുടെ സാധാരണ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങുവാൻ. ഇപ്പോൾ സാധാരണ സപ്ലൈകോയിലൊക്കെ പോകുന്ന ആളുകൾ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അവിടുന്ന് എല്ലാം ഗവൺമെൻറ് സബ്സിഡൈസ്ഡ് സാധനമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തവണ കിട്ടുന്നില്ല. അപ്പോൾ 1-2 പേര് എന്നോട് പറഞ്ഞു, സാധനങ്ങൾ വാങ്ങാൻ നിവൃത്തിയില്ല, പുറത്തു നിന്ന് വളരെ വില കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ പറയുകയാണ് സന്തോഷിക്കുക. അതെന്താ അതിന് കാരണം? യെശയ്യാപ്രവാചകൻ ഇതിനോട് സാമ്യമുള്ള ഒരു രംഗം 9-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് പരിചയമുള്ള ഒരു വാചകമുണ്ട്, അന്ധകാരത്തിലിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു എന്നാണ്. അപ്പോൾ അന്ന് ജീവിച്ചിരുന്ന ആളുകൾ അന്ധകാരത്തിലായിരുന്നു എന്നുള്ളൊരു സൂചന അവിടെയുണ്ട്. അപ്പോൾ അതിനോട് ഏകദേശം സാമ്യമുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് ഉള്ളത് എന്ന് ഒരർത്ഥത്തിൽ വേണമെങ്കിൽ പറയാം. എവിടെയും പ്രകാശമില്ല, എവിടെയും അന്ധകാരമാണ്. അങ്ങനെയുള്ള അന്ധകാര സാഹചര്യത്തിൽ ഒരു പ്രകാശം ഉദിച്ചിരിക്കുന്നു എന്ന് ഉള്ള പ്രവാചകൻ്റെ പ്രഖ്യാപനം നമ്മളെ സംബന്ധിച്ച് ആ തരത്തിൽ യേശു കർത്താവിൻ്റെ തിരുജനനത്തെ കാണാൻ നമുക്ക് കഴിഞ്ഞാൽ നിശ്ചയമായും അത് നമുക്ക് ആശ്വാസവും അതിനോടൊപ്പം സന്തോഷവും നൽകുന്ന ഒരു അനുഭവമായിരിക്കും എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം അതുകൊണ്ടാണ് വിശ്വാസ സമൂഹം എല്ലാ ക്രിസ്മസിനും ഈ ദിവസങ്ങളിൽ പാടുന്നത്, ഓ കം ഓൾ യീ ഫെയ്ത്ത്ഫുൾ. എങ്ങനെയാണ് വരേണ്ടത്? ബേത്ലഹേമിൽ ജനിച്ച കുഞ്ഞിനെ വന്ദിക്കുവാൻ ജോയ്ഫുൾ ആൻഡ് ട്രയംഫൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവിനെ കാണുവാൻ, ശിശുവിനെ കാണുവാൻ വരേണ്ടത് സന്തോഷത്തോടുകൂടി, ആഹ്ലാദത്തോടുകൂടി. എന്നാൽ ഇന്ന് ആ ഒരു സന്തോഷമാണോ, അത്തരത്തിലാണോ അതിനെ കാണുന്നതെന്നുള്ളതാണ് ഒരു വലിയ ഒരു ചോദ്യം. നിങ്ങൾ ഇംഗ്ലീഷിൽ സാധാരണ കേട്ടിട്ടുള്ള ഒരു വാക്കുണ്ട്, കാർണിവൽ. കാർണിവൽ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ഉത്സവം എന്നാണ് നമ്മൾ ഡിക്ഷണറി അർത്ഥം നോക്കുകയാണെങ്കിൽ. എന്നാൽ ക്രിസ്മസിനോട് ചേർന്ന് കാർണിവൽ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്ന ഏതാനും ചില സ്ഥലങ്ങളുണ്ട്. അതിലേറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സൗത്ത് അമേരിക്കയിലാണ്. സൗത്ത് അമേരിക്കയുള്ള രാജ്യങ്ങൾ, ബ്രസീലും അതിനോട് തൊട്ടടുത്ത രാജ്യങ്ങളിലൊക്കെ ക്രിസ്മസ് അവർ പറയുന്നത് ക്രിസ്മസ് കാർണിവൽ എന്നാണ്. അവിടെ വലിയ ഉത്സവമാണ്, ക്രിസ്മസ് പരേഡും അതിനോട് ചേർന്ന ഒരുപാട് കാര്യങ്ങൾ. ചിലതൊക്കെ നമുക്ക് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഉത്സാഹത്തിൽ പങ്കെടുക്കുക, അപ്പോൾ അതിൻ്റെ ആ സെലിബ്രേഷൻ, ബാഹ്യമായിട്ടുള്ള സെലിബ്രേഷൻ അവിടെ കാണുന്നു. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയുള്ള ഒരു സ്ഥലം മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ, അത് ഗോവയിലാണ്. ഗോവയിൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ക്രിസ്മസ് കാർണിവൽ വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ എൻ്റെ ഒരു കസിന് അതിൽ പോകുന്നു എന്ന് അറിഞ്ഞ് എന്നോട് ചോദിച്ചു, വരുന്നു എന്ന് ചോദിച്ചു, ക്രിസ്മസ് കാർണിവൽ. അപ്പോൾ ഇത് മനുഷ്യരെ സംബന്ധിച്ച്
ക്രിസ്മസിനോട് ബന്ധപ്പെട്ട ആ ആഹ്ലാദമാണ്, ആ ഒരു സെലിബ്രേഷനാണ് പലപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ തിരുജനനവുമായി ബന്ധപ്പെട്ട് ഈ വാക്ക് കൂടെ കൂടെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണും. അതിൻ്റെ പ്രാരംഭത്തിൽ തന്നെ മറിയയോട് ദൈവദൂതൻ ഈ വാർത്ത പറയുമ്പോൾ മറിയ സന്തോഷിച്ചു എന്ന് ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത് 47-ാം, എൻ്റെ ആത്മാവ് ദൈവത്തിൽ ഉല്ലസിക്കുന്നു എന്നാണ് മറിയ പറയുന്നത്. അതുപോലെ തന്നെ സക്രിയാവ് ഈ വാർത്ത അറിഞ്ഞപ്പോൾ സക്രിയാവിൻ്റെ മനസ്സിലും സന്തോഷവും ഉല്ലാസവും ഉണ്ടായി. അതാണല്ലോ ദൈവദൂതന്മാർ സർവ്വജനത്തിനും ഉണ്ടാകുവാൻ മഹാസന്തോഷം പാടിക്കൊണ്ട് ആ സന്തോഷത്തിൻ്റെ വാർത്ത നൽകിയത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത് പൂർണ്ണമായി ലഭിക്കുവാനും യേശു കർത്താവ് വന്നിരിക്കുന്നു. യേശു കർത്താവ് നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. കാരണം യേശു കർത്താവ് നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന അനുഭവം. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വ്യത്യാസം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പോയത്, 2 ഇംഗ്ലീഷ് വാക്കുണ്ട്. ഒന്ന് ജോയ്, ഒന്ന് ഹാപ്പിനെസ്. ഇത് രണ്ടും രണ്ടാണ് വേദപുസ്തകത്തിൻ്റെ അർത്ഥത്തിൽ. ഈ ഹാപ്പിനെസ് എന്ന് നമ്മൾ സാധാരണ പറയുന്നത് നമ്മളുടെ സാഹചര്യത്തെ അനുസൃതമായിരിക്കും. അത് നമുക്ക് നൽകുന്ന ആ സന്തോഷമായിട്ടുള്ള സാഹചര്യം മാറുമ്പോൾ നമ്മളുടെ ആ സന്തോഷവും മാറും. എന്നാൽ ജോയ്, ഈ വേദപുസ്തകത്തിൽ നമ്മൾ പറയുന്ന ഈ സന്തോഷം നമുക്ക് ലഭിക്കുന്നത് ആത്മാവിൻ്റെ ഫലമായിട്ടാണ്. സെൻറ്റ് പോൾ അതിനെക്കുറിച്ച് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലമായി നമുക്ക് ലഭിക്കുന്നതാണ് ആ സന്തോഷം എന്ന് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ആ ദൈവ സാന്നിധ്യം നമ്മൾ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന സന്തോഷത്തെക്കുറിച്ച് പറയുന്നത് 15-ാം അധ്യായത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ആ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, ആ ഇമ്മാനുവേലിൻ്റെ സാന്നിധ്യം നമ്മിൽ ഉണ്ടാകുമ്പോൾ, നമ്മൾ ജീവിതത്തിൻ്റെ സാഹചര്യം ഏതായിരുന്നാലും ആ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ ക്രിസ്മസ് എങ്ങനെയാണ് ആ പ്രസക്തമാകുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് സന്തോഷിക്കുവാനായിട്ട് ഒരു കാര്യമേ ഉള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ, ഗോഡ് ഈസ് നിയർ യു. ദൈവം നമ്മോടുകൂടെ നമ്മുടെ സമീപത്തുണ്ട്. അതാണ് അതിന് കാരണം. ജീവിത സാഹചര്യങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലം ഏതുമായിക്കൊള്ളട്ടെ, രാഷ്ട്രീയമായിട്ടുള്ള ചിന്തകൾ എന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് സന്തോഷിക്കാൻ ഒന്നേ ഉള്ളൂ, ഒരു കാര്യമേ ഉള്ളൂ. അത് ദൈവം നമ്മുടെ സമീപത്താണ്, നിങ്ങളുടെയും എൻ്റെയും സമീപത്ത്. നമ്മളെ മനസ്സിലാക്കുന്ന ദൈവം, നമ്മുടെ വേദന തിരിച്ചറിയുന്ന ദൈവം, നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന ദൈവം, ആ ദൈവമാണ്. ദൈവത്തിൻ്റെ മനുഷ്യ അവതാരമാണ് ക്രിസ്മസ്. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കഥ ഇങ്ങനെ ഉണ്ട് എൻ്റെ മനസ്സിലോടി വന്നത്. പഴയ കഥയാണ്. അത് ഒരു ബാലൻ ഒരു പട്ടിക്കുട്ടിയെ വാങ്ങാനായിട്ട് ഒരു കടയിൽ ചെന്ന് അവിടെ നല്ല വിലപിടിപ്പുള്ള ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള ധാരാളം പട്ടിക്കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വില ചോദിച്ചു ഒക്കെ ഇങ്ങനെ ഇവൻ നോക്കിയപ്പോൾ അതിൽ ഒരു പട്ടിക്കുഞ്ഞ് ഒരു മുടന്തുള്ള പട്ടിക്കുഞ്ഞിനെ കണ്ടു. അപ്പോൾ ഇവന് കടക്കാരനോട് പറഞ്ഞു, ഈ പട്ടിക്കുഞ്ഞിനെ വിൽക്കുമോ? അപ്പോൾ കടക്കാരൻ ആ ബാലനോട് പറഞ്ഞു, നീ എന്തിനാണ് അതിനെ വാങ്ങുന്നത്? അതിന് ഓടാനും ചാടാനും നിൻ്റെ കൂടെ കളിക്കാനൊന്നും കഴിവില്ലാത്തൊരു പട്ടിക്കുട്ടിയാണ്. അപ്പോൾ നീ അതിനെ കൊണ്ടുപോകുന്നത്, എനിക്ക് വിൽക്കാൻ തയ്യാറാണെങ്കിലും നീ അത് വാങ്ങാതിരിക്കുകയാണ് നല്ലത്, നിനക്ക് പറ്റിയൊരു പട്ടിക്കുട്ടിയല്ല എന്ന് കടക്കാരൻ പറഞ്ഞപ്പോൾ, ആ കഥയിൽ പറയുന്നത്, ഇവന് കടക്കാരനെ അടുത്ത് വിളിച്ച് അവൻ ഇട്ടിരുന്ന ട്രൗസർ, അതിൻ്റെ ഒരു കാല് അല്ലെ ആ ഉടുപ്പ് മുകളിലോട്ട് എല്ലാം മടക്കി വെച്ച് അവൻ്റെ കാല് ആ കടക്കാരനെ കാണിച്ചു. അവൻ്റെ കാല് ഒടിഞ്ഞ കാലായിരുന്നു ആ ബാലൻ്റെ.
അവിടെ ബ്രേസറൊക്കെ ഇട്ട് കമ്പിയൊക്കെ ഇട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ആ ബാലൻ പറയുകയാണ്, എനിക്ക് ഓടാനും ചാടാനും ഒന്നും കഴിയില്ല. അപ്പോൾ ഇതുപോലെ ഓടാനും ചാടാനും കഴിയാത്ത ഒരു പട്ടിക്കുട്ടി എനിക്ക് കൂട്ടുണ്ടെങ്കിൽ ഞങ്ങളൊന്നും ഒരുപോലെ എന്നും ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. ഇതൊരു ഇലസ്ട്രേഷൻ ആണെങ്കിൽ പോലും നമ്മളെ അറിയുന്ന ഒരാളാണ് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച ആളാണ്, നമ്മുടെ വേദനയിൽ പങ്കുചേരുന്ന ഒരാളാണ്. ആ ദൈവപുത്രൻ്റെ തിരുപ്പിറവിയാണ്. അതാണ് നമുക്ക് സന്തോഷം തരുന്നത്. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ അറിയുന്ന, എൻ്റെ വേദനയിൽ എൻ്റെ കൂടെ നിൽക്കുന്ന കർത്താവ്. അതുകൊണ്ട് നമുക്ക് നിശ്ചയമായും ആനന്ദിക്കാം. ആ കർത്താവ് നമ്മുടെ സമീപത്തായിരിക്കുന്നു. ഒടുവിലായ ഒരു കാര്യം ഇന്ന് ലേഖനമായി വായിച്ച തെസലോനിക്കർ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, ഇതെങ്ങനെയാണ് നമ്മൾ സ്വന്തമാക്കുന്നത്, അല്ലെങ്കിൽ യേശു നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതെങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ദേഹവും ദേഹി ആത്മാവൊക്കെ വിശുദ്ധീകരിച്ച് അങ്ങനെ വിശുദ്ധീകരണത്തിലായിരിക്കണം. എന്നാൽ അതിനോട് നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ചൊക്കെ ഈ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ സഭയോട് പറയുന്ന കാര്യമുണ്ട്. നന്മ മാത്രം ചെയ്യാൻ നമുക്ക് കഴിയണം. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, തിന്മയ്ക്ക് പകരം നന്മ ചെയ്യണം. എല്ലാവരോടും സമാധാനം ആചരിക്കണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം, ബലഹീനരെ താങ്ങണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തെസലോനിക്ക ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സന്തോഷം അനുഭവിക്കുന്നത് ഇങ്ങനെയുള്ള നന്മ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഈ ക്രിസ്മസിന് ഈ സന്തോഷം നാം അനുഭവിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ എന്തെങ്കിലും നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്ക് ഇടയാവട്ടെ. അതിനുള്ള അവസരമായി ഈ ക്രിസ്മസ് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഏറെ സന്തോഷകരമായ ക്രിസ്മസ് ഞാൻ ആശംസിക്കുന്നു. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായി.